അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ ചില തെളിവുകൾ അവതരിപ്പിച്ചുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയും പരലോകത്തെയുമെല്ലാം ഏതൊരാൾക്കും മനസ്സിലാകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഊട്ടിയുറപ്പിച്ച് പറഞ്ഞു തരുകയാണ്. ആ ഭാഗമാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ച് അവസാനിപ്പിച്ചത്. വആയത്തുല്ലഹും വആയത്തുല്ലഹും വആയത്തുല്ലഹും. ഏതൊരാൾക്കും മനസ്സിലാകുന്ന 3 തെളിവുകളിലൂടെ ഒട്ടെല്ലാ വിഷയങ്ങളെയും യാസീൻ കൈകാര്യം ചെയ്തു. വആയത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയത്തഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ. ചില ആയത്തുകളൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വ്യാഖ്യാന തലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. ഇന്നലെ നമ്മൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ 31 സ്ഥലങ്ങളിൽ 30 ആയത്തുകളിൽ 24 സൂറത്തുകളിലൂടെ കപ്പലുകളെക്കുറിച്ച് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിന്റെ 8-ാം വചനത്തിൽ വൽ ഖൈല വൽ ബിആല വൽ ഹമീറ ലിതർകബൂഹാ വസീന, അവർ വാഹനമായി ഉപയോഗിക്കുന്ന കുതിരകളെയും കോവർ കഴുതകളെയും ഒക്കെ പറഞ്ഞുകൊണ്ട് വാഹനം എന്ന പ്രയോഗത്തിൽ ഒതുക്കാതെ ലിതർകബൂഹാ വസീന, യാത്ര മാത്രമല്ല അതിനപ്പുറം ഈ വാഹനങ്ങളുടെ മേലെയുള്ള ആഡംബരങ്ങളെയും കുറിക്കുന്നു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, അവർക്കറിയാത്ത പലതും അല്ലാഹു തആല സൃഷ്ടിച്ചു നൽകുമെന്നുള്ള, അല്ലാഹു തആല അവർക്കറിയാത്തത് പലതും, അതായത് ഭാവിയിൽ ഇവർക്കറിയാത്ത പലതരത്തിലുള്ള വാഹന വിപ്ലവങ്ങളും ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വർത്തമാനം. നമ്മുടെ കൺമുന്നിലൂടെ പറക്കുന്ന ഈ വാഹനങ്ങൾ, ജെറ്റുകൾ, പലതരത്തിലുള്ള വിമാനങ്ങൾ, പലതരത്തിലുള്ള ട്രെയിനുകൾ, പുതിയ പുതിയ സിൽവർ ലൈൻ ചർച്ചകൾ, അല്ലെങ്കിൽ പുതിയ തിരുവനന്തപുരത്ത് നിന്ന് എത്രയും വേഗം കോഴിക്കോടെത്താവുന്ന, കാസർഗോഡെത്താവുന്ന സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ മനുഷ്യൻ അന്വേഷിക്കുമ്പോൾ ആ വാർത്താ തലക്കെട്ടുകളിൽ നമ്മുടെ കൽബിലേക്ക് വരേണ്ടത് ഈ ആയത്തുകളൊക്കെയാണ്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അവർ കണ്ടതൊന്നുമല്ല, അവർക്കറിയാത്തത്, ഇനി നമുക്കറിയാത്തത് പലതും ഇനിയും വരാനുണ്ട്. നമ്മുടെ ഒരു ജനറേഷന് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിയാത്ത മനുഷ്യന്റെ സൗകര്യങ്ങൾ വർദ്ധിച്ചു വരാം. ഹൈപ്പർ ലൂപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ടൈം ട്രാവലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മനുഷ്യന്റെ യാത്ര ചിന്തകൾ, വിപ്ലവങ്ങൾ ഉണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുകയാണ്. ലോകത്തുള്ള ചരക്കു നീക്കങ്ങളിലെ വലിയ ഒരു ഭാഗവും ഇപ്പോഴും കപ്പലുകളിലൂടെ നടക്കുന്നതിനെ കുറിച്ച് നാം സംസാരിച്ചു. വആയത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയത്തഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ. പറയൂ, ഇതൊക്കെ ഒരു ദൃഷ്ടാന്തമല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന രക്ഷിതാവ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ അവരുടെ അലങ്കാരം പ്രകടമാക്കുന്നവർ, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്. സ്വർണവും വെള്ളിയും മക്കളും ഭാര്യമാരും പെണ്ണുങ്ങളുമൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് പോലെ വാഹനങ്ങളെ അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്ന ആളുകൾ, അതിനോടുള്ള കൊതി തീരാത്ത ആളുകൾ, അപ്ഡേഷനുകളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, എവിടേക്കൊക്കെയാണ് ഈ യാസീൻ പോകുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ കലാമ് സഞ്ചരിക്കുന്ന വഴികൾ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ച് നിങ്ങൾക്കുള്ള അടയാളമാണിതെല്ലാം എന്ന് അള്ളാഹു ഊട്ടി ഉറപ്പിച്ചു നൽകുകയാണ്. നിങ്ങളുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലാത്ത പല വാഹനങ്ങളും ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മളെ കുട്ടികളൊക്കെ കൂട്ടത്തിൽ പറയാനുള്ളതാണ്. രക്ഷകർത്താക്കൾ കേൾക്കുന്നത് കൊണ്ട്, ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ് ഇൻ്റർനെറ്റിൽ കേൾക്കുന്നത് കൊണ്ടുകൂടി പറയാണ്, ചെറിയ കുട്ടികൾക്ക് വരെ ലൈസൻസ് വേണ്ട എന്നതുകൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങി നൽകുന്ന രക്ഷകർത്താക്കളുണ്ട്. എത്ര അപകടകരമായ രീതിയിലാണ് നമ്മുടെ മക്കൾ വാഹനം ഓടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ നമ്മുടെ അസറ്റാണ്. ആ മക്കൾക്കൊരു അപകടം പറ്റിയാൽ, ഇതിൽ നിന്നും തെറിച്ച് താഴേക്ക് വീണാൽ, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ വലിയ കട്ടിയുള്ള സാധനമൊന്നുമല്ല. നമ്മുടെ തലയിൽ ഒരു സാധാരണ ചുറ്റിക കൊണ്ട് അടിക്കുന്നതിനേക്കാൾ പവർ കൂടുതലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ നിന്ന് ഒരാൾ താഴെ വീണാൽ ഉണ്ടാകുന്ന ആഘാതം. പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞാണ്. ഒരാൾ നമ്മുടെ തലയിൽ ഒരു ചുറ്റിക കൊണ്ട്, അയാളുടെ കൈവച്ച് ചുറ്റിക വെച്ച് അടിക്കുന്നതിനേക്കാൾ വലിയ ആഘാതമാണ് ഒരു 50 സ്പീഡിൽ 60 സ്പീഡിൽ പോകുന്ന വണ്ടിയിൽ നിന്നൊരാൾ താഴെ വീണാൽ അയാളുടെ തലയോട്ടിക്ക് പറ്റുന്ന ആഘാതം. ഞാൻ പലപ്പോഴും പഠിച്ചവനെ നെഞ്ചത്ത് കൈവച്ചിട്ടുണ്ട്. ഈ വളവിലൂടെയൊക്കെ നമ്മുടെ മക്കൾ, ചെറിയ മക്കൾ സ്കൂട്ടറുകളിൽ പോകുന്ന സ്പീഡ് എത്രയാണ്?
രക്ഷകർത്താക്കൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്നറിയില്ല. അന്ന് പലരും മക്കൾക്ക് വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അതൊരു അലങ്കാരമായി പലരും പറയുന്നു. ഈ ആയത്തൊക്കെ ആലോചിച്ച് നോക്കൂ. അല്ലാഹു തആല അലങ്കാരമായി ഇത്തരം വസ്തുക്കൾ ആവശ്യം ഉണ്ടായിട്ടാണോ? പലർക്കും ആവശ്യം ഉണ്ടായിട്ടല്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താ ആവശ്യം? അതിൽ സ്കൂളിൽ പോകാൻ പറ്റില്ല, പിന്നെന്താ ആവശ്യം? അതൊരു അലങ്കാരമായി എല്ലാവരും സ്റ്റാറ്റസിന് അത് കൊണ്ട് നടക്കുന്നു, അതുകൊണ്ട് ഞാനും കൊണ്ട് നടക്കുന്നു. ഉപയോഗിച്ചോട്ടെ, നമ്മുടെ സൗകര്യങ്ങൾ നമ്മുടെ മക്കൾക്കൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷേ അത് അവരുടെ ഭാവി അപകടപ്പെടുത്തി കളയരുത്. ഗൗരവമായി തന്നെ പറയാണ്. ഈ ചെറിയ റോഡുകളിലൂടെയൊക്കെ മദ്രസയിൽ വരുന്ന കുട്ടികൾ ചിലപ്പോൾ രാവിലെ വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ച് വരുന്നത് കാണാം. നിങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഈ വളവിലൊക്കെ വരുന്നത് കണ്ടാൽ സുബ്ഹാനല്ലാഹ്. അപ്പം ഈ കുഞ്ഞുങ്ങൾ ഇത് ഓടിക്കുന്നതിന് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പലരും വിചാരിക്കുക ഇതിന് നിയമങ്ങളില്ല എന്നാണ്. പക്ഷേ ഈ ഒരു അപകടം പറ്റിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു വാഹനം നഷ്ടപ്പെട്ടാൽ പുതിയതൊന്ന് വാങ്ങാം. പക്ഷെ മനുഷ്യൻ്റെ ശരീരം അങ്ങനെയല്ല. അപകടം പറ്റിപ്പോയാൽ, വീഴ്ച പറ്റിപ്പോയാൽ, ആഘാതം പറ്റിപ്പോയാൽ, ഒരു ചെറിയ നരമ്പിന് തകരാറ് വന്നാൽ കാലാകാലം നിശ്ചലമായി കിടക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ആവശ്യമുള്ളത് നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കൂ. ആവശ്യമുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ അതൊരു അലങ്കാരമായി അയലത്തെ വീട്ട് അപ്പുറത്തെ വീട്ടുകാരൻ അതുണ്ട്, അതുകൊണ്ട് ഇനി അത് ഞാനും വാങ്ങണം. ആ കുട്ടിക്ക് അതുള്ളത് കൊണ്ട് എൻ്റെ മറിച്ച് രക്ഷകർത്താവ് മകന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവൻ്റെ പ്രായത്തിനും അവൻ്റെ പക്വതയ്ക്കും അനുസരിച്ചുള്ള സൗകര്യങ്ങൾ രക്ഷകർത്താക്കൾ. അതുപോലെ ചെറുപ്പക്കാരായ ആളുകൾ ഈ കുട്ടികളൊക്കെ പോകുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനെക്കുറിച്ചുള്ള അപകടങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിനെക്കുറിച്ചുള്ള അപകടങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. മൂന്ന് പേരും 4 പേരും കൂടെ ഒക്കെയാണ് ചിലപ്പോൾ എന്ത് ചെയ്യുക, ഒരു വണ്ടിക്കകത്ത് 3 പേരും 4 പേരും ഒക്കെയാണ് വരിക. ഈ ചെറിയ റോഡുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വളരെ സ്പീഡിൽ വന്ന് കയറുന്നത് കാണാം. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാനത് കുറ്റമായി പറഞ്ഞതല്ല, അപകടകരമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വീണ്ടും പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഇദാ ഖീല ലഹും ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. നിങ്ങളുടെ മുന്നിൽ വരാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചും പിന്നിൽ കഴിഞ്ഞുപോയ ശിക്ഷയെ സംബന്ധിച്ചുമൊക്കെ അവരോട് പറഞ്ഞാൽ അവരതിനെല്ലാം അവഗണിച്ചു തള്ളുകയാണ്. നിങ്ങളുടെ മുന്നിൽ വരാനിരിക്കുന്നതും പിന്നിൽ കഴിഞ്ഞുപോയതുമായ ശിക്ഷകളെല്ലാം അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചേക്കുമെന്ന് പറഞ്ഞാലൊക്കെയും അവരതിനെ തള്ളിക്കളയുകയാണ്. ഏതാണ് മുന്നിൽ വരാനുള്ള ശിക്ഷ? മുന്നിൽ വരാനുള്ള ശിക്ഷ പരലോകമാണ്. മുന്നിൽ വരാനുള്ളത് നരകമാണ്. മുന്നിൽ വരാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന ദിവസമാണ്. ഇതൊക്കെയും വരാനുണ്ടെന്ന് പറഞ്ഞാൽ അവരതിനെല്ലാം അവഗണിച്ചു തള്ളിക്കളയുന്നു. പിന്നാലെ പോയ ശിക്ഷ ഏതാണ്? നിങ്ങളുടെ കഴിഞ്ഞുപോയ സമൂഹങ്ങൾ ശിക്ഷിക്കപ്പെട്ടതാണ്. അവിടുന്നല്ലേ നമ്മൾ ഉദാഹരണം പറഞ്ഞു വന്നത്. ഹബീബുൻ നജ്ജാറിന്റെ സമൂഹം ഒരൊറ്റ ഘോരമായ ശബ്ദം കൊണ്ട് ശിക്ഷിക്കപ്പെട്ടു. അപ്പൊ പണ്ടിതുപോലെ പലരും ശിക്ഷിക്കപ്പെട്ടിട്ടെന്ന് പറഞ്ഞാൽ അത് പഴയ കഥയല്ലേ, പഴയ ആളുകളല്ലേ, പണ്ടത്തെ സമൂഹമല്ലേ എന്ന ചിന്ത പലപ്പോഴും നമ്മെ പിടികൂടുന്ന കാലമാണ്. മുന്നിലുള്ളത് നരകമാണ്, പാരത്രികമായ വിഹ്വലതകളാണ്. പിന്നിലുള്ളത് നശിപ്പിക്കപ്പെട്ട വലിയ സമൂഹത്തിന്റെ ചരിത്രശേഷിപ്പുകളാണ്, ലോകം ബാക്കി വെച്ച അടയാളങ്ങളാണ്. അതെല്ലാം കണ്ടാലും അവരതിനെല്ലാം തള്ളിക്കളയുകയാണ്. ആ ഭൗതികാവശിഷ്ടങ്ങളുടെ അരികിൽ നിന്നുകൊണ്ടുപോലും അവരല്ലാഹുവിനെ മറന്നു പോവുകയാണ്. വഇദാ ഖീല ലഹും ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. മുന്നിൽ വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചും പിന്നാലെ കഴിഞ്ഞുപോയ ശിക്ഷയെക്കുറിച്ചുമൊക്കെ അവരോട് പറഞ്ഞാൽ അവരത് അവഗണിച്ചു തള്ളിക്കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. അവരുടെ മുന്നിലേക്ക് അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ദൃഷ്ടാന്തങ്ങൾ വന്നാലോ, ഏതെങ്കിലും ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നാലോ അതിൽ നിന്നും അവർ തിരിഞ്ഞുകളയുകയാണ്. എന്ത് കാര്യങ്ങൾ ദൃഷ്ടാന്തമായി വന്നാലും
ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്താ? മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ മരിച്ചു പോകുന്നു. മനുഷ്യരുടെ കൂട്ടത്തിൽ അവർക്കുള്ള വലിയൊരു ദൃഷ്ടാന്താണ് അവരുടെ കൂടെയുള്ളവർ, സഹോദരങ്ങൾ. എവിടെയാണ് നമ്മുടെ ഉപ്പമാര്, ഉമ്മമാര്, നമ്മുടെ വല്യുപ്പമാര്, കാരണവന്മാര്, നാടിനെ വിറപ്പിച്ചവര്, നാടിനെ കിടിലം കൊള്ളിച്ച, നാട്ടിൽ അറിയപ്പെട്ട പ്രമാണിമാരെവിടെയാണ്? ഈ മീസാൻ കല്ലുകളിലേക്ക് നോക്കൂ. അതിൻ്റെ താഴെ ഈ നാട് വിറപ്പിച്ച പലരും കിടക്കുന്നില്ലേ? ഈ നാടുകളിൽ പേരുണ്ടായിരുന്ന, പെരുമയുണ്ടായിരുന്ന, സമ്പത്തുണ്ടായിരുന്ന പലരും നിങ്ങളുടെ കൺമുന്നിൽ കിടക്കുന്നില്ലേ? ദൃഷ്ടാന്തങ്ങൾ പലതുമില്ലേ? പക്ഷേ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. അവരൊക്കെയും ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോയില്ലയോ? ഏതെല്ലാം ആളുകൾ എങ്ങനെയെല്ലാം ജീവിച്ചോ അവരെല്ലാം ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയില്ലേ? ഇതൊക്കെ മനുഷ്യന് ചിന്തിക്കാനാണ്. കൂടെ നടന്നവൻ വളരെ പെട്ടെന്ന് മരിച്ചുപോയി, കൂടെ ഉണ്ടായിരുന്ന ആള് വളരെ പെട്ടെന്ന് രോഗിയായി. നമ്മുടെ ശരീരത്തിൽ തന്നെ പല മാറ്റങ്ങൾ വരുന്നു. മനുഷ്യന്റെ ശരീരത്തിന്റെ രോമങ്ങൾ അത് വെളുത്തു തുടങ്ങുന്നു. അതാണ് ഇന്നലെ പറഞ്ഞത്. രോമം വെളുത്തു തുടങ്ങിയപ്പോൾ മരണമുണ്ടെന്ന് പറയാൻ നിയോഗിച്ച ആളെ പറഞ്ഞയച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളോട് ആരോടും അനുവാദം ചോദിച്ചിട്ടല്ല നമ്മുടെ ശരീരത്തിന്റെ വളർച്ച. അങ്ങനെയാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് താടി ഒതുക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നഖം വെട്ടിക്കൊടുക്കേണ്ടതില്ല. നമ്മളോട് ചോദിച്ചിട്ടല്ല ഈ നഖം വളരുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് പോലും നമുക്ക് കൺട്രോൾ ഇല്ല. മുടി വളരുന്നത്, മുടി ഒരു തവണ സെറ്റാക്കി അങ്ങനെ വെച്ചാൽ മരിക്കുന്നത് വരെ അങ്ങനെ നിൽക്കുമെങ്കിൽ പിന്നെ ഇവിടെ ബാർബർ ഷോപ്പുകളുടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നഖം വെട്ടേണ്ട ആവശ്യം വന്നില്ലെങ്കിൽ നെയിൽ കട്ടറിന്റെ ആവശ്യമില്ല. ഒരു തവണ വെട്ടിയാൽ അതുപോലെ അങ്ങ് നിൽക്കുമെങ്കിൽ നിങ്ങളോട് ആരോടെങ്കിലും ശരീരം അനുവാദം ചോദിച്ചിട്ടുണ്ടോ ഈ നഖം വളരാൻ, മുടി വളരാൻ, മുടി വെളുക്കാൻ? എൻ്റെ ശരീരത്തെ, എൻ്റെ രോമം ഞാൻ അറിയാതെ വെളുത്തു, കളറ് മാറാൻ എന്നോടൊരു അനുവാദവും ചോദിച്ചിട്ടില്ല. ഞാനാണിത് ചീപ്പിയും തടവിയൊക്കെ കൊണ്ടു നടക്കുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇതിന്റെ നിറം മാറി. മനുഷ്യ ശരീരത്തിലെ ചർമ്മങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ, പ്രായം, ഇതൊന്നും നമ്മോട് ചോദിച്ചിട്ടുണ്ടാവുന്നതല്ല. ഇതൊക്കെ നമുക്കുള്ള ഇൻഡിക്കേറ്റേഴ്സ്, അടയാളങ്ങൾ, ഇൻഡിക്കേറ്ററുകൾ, അടയാളങ്ങൾ. അപകടകരമായ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അടയാളങ്ങളാണ് ഇതെല്ലാം. ഈ ദൃഷ്ടാന്തങ്ങൾ മറന്നുപോകും. അതോടൊപ്പം തന്നെ ഭൂമിയിലുള്ള പല ദൃഷ്ടാന്തങ്ങളും നമ്മുടെ മുന്നിൽ കണ്ടുപോകുന്ന പലതും. സമ്പന്നരായ പലരും ദരിദ്രരാകുന്നു, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ. അതാണ് ഖുർആൻ പറയുന്നത്, വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. അവരുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏത് ദൃഷ്ടാന്തം വന്നെത്തിയാലും അതിൽ നിന്ന് തിരിഞ്ഞുകളയാതിരിക്കില്ല. അതൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ മരിക്കും, ഞാൻ മരിക്കൂല. അയലത്തുകാരൊക്കെ മരിക്കാം, നമ്മുടെ മരണം സമയമായിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്. അള്ളാഹു തആല നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്ര കൃത്യമാണ് അള്ളാഹുവിന്റെ വർത്തമാനം. തൊട്ടടുത്തായിട്ട് وَإِذَا قِيلَ لَهُمْ أَنفِقُوا مِمَّا رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَنُطْعِمُ مَنْ لَوْ يَشَاءُ اللَّهُ أَطْعَمَهُ إِنْ أَنْتُمْ إِلَّا فِي ضَلَالٍ مُبِينٍ. 4 മുബീനുകൾ പൂർത്തിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അവിടെ പറയുന്നത് വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ എന്ന് പറഞ്ഞാൽ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ എന്നവരോട് പറഞ്ഞാൽ ഉടനെ അവർ തിരിച്ചു മറുപടി പറയുന്ന വിഷയമാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ എന്ന് പറഞ്ഞാൽ അവരുടനെ പറയും, ആ ആളുകൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ തന്നെ ഭക്ഷണം കൊടുക്കുമായിരുന്നല്ലോ. ഞങ്ങൾ എന്തിനാണ് സാധുക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഞങ്ങൾ എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അള്ളാഹു അല്ലേ കഴിവുള്ളവൻ. ആ കഴിവുള്ള റബ്ബ് അവരുടെ കാര്യം നടത്തി കൊടുക്കുമായിരുന്നല്ലോ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അനുതഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ.
അള്ളാഹു ഭക്ഷണം നൽകുന്ന ആളുകൾക്ക് ഞങ്ങൾ നൽകുകയോ? ഞങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? പടച്ചോൻ തന്നെ അവരുടെ കാര്യമൊക്കെ നടത്തി കൊടുക്കുമായിരുന്നല്ലോ. അങ്ങനെ പറയുന്ന ആളുകൾ വ്യക്തമായ വഴികേടിലാണെന്ന് ഖുർആൻ. മഹാന്മാരായ മുഫസ്സിറുകൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ തൊട്ട് മുമ്പ് വന്ന ആയത്തുകൾ സൂചിപ്പിക്കുന്നത് വരാനുള്ള അപകടത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചൊക്കെയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞതിനെ കുറിച്ചാണ്. തൊട്ടുടനെ വരുന്ന ഒരായത്ത് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് ഒഴിവ് കഴിവുകൾ പറയുന്ന മനുഷ്യരെ കുറിച്ചാണ്. അപ്പോ എന്തുകൊണ്ടാണ് അതവിടെ കൊണ്ടുവന്നത് എന്ന് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, പലതരത്തിലുള്ള ബലാഅുകൾ തടയാൻ സ്വതക്ക ഒരു കാരണമാണ്. സ്വതക്ക ഒരു കാരണമായതുകൊണ്ടാണ്, പലതരത്തിലുള്ള ബലാഅുകൾ, പ്രയാസങ്ങൾ തടയാൻ സ്വതക്ക ഒരു കാരണമായതുകൊണ്ടാണ് ഒന്ന് അവിടെ പറഞ്ഞത്. രണ്ട്, അവിശ്വാസികളായ ആളുകൾ സ്വതക്ക നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ അതിനെ പ്രേരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിവ് കഴിവുകൾ പറയുന്ന ആളുകൾ അവർ ചോദിക്കുന്ന എന്താ? അവരുടെ കാര്യമൊക്കെ റബ്ബ് നടത്തി കൊടുക്കുമല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ്? അതിനുള്ള മറുപടിയാണ് ഈ ആയത്തിന്റെ തുടക്കം. നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ നൽകൂ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നൽകൂ. അൻഫിഖൂ മിമ്മാ റസഖ്നാകും. ലോകത്തുള്ള ഏത് സമ്പന്നനാകട്ടെ അവന്റെ കയ്യിലുള്ള സമ്പത്ത് അള്ളാഹു നൽകിയതാണ്. അള്ളാഹു നൽകാത്തൊരു സമ്പത്ത് ഒരാളിന്റെയും പക്കലില്ല. അള്ളാഹു നമ്മെ ഏൽപ്പിച്ചതാണത്. നമ്മുടെ കാലം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അടുത്ത ആളെ ഏൽപ്പിക്കും. ഏതുപോലെ മരിച്ചു കഴിഞ്ഞാൽ 3 ഖണ്ഡത്തിൽ കൊണ്ടുപോയി, പിന്നെ ഒന്നും ബാക്കിയില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ച് വീട് മക്കളുടെ പേരിലേക്കായി, അനന്തരാവകാശികൾ വന്നു, എല്ലാം മാറി. ഒരു കുറഞ്ഞ കാലം നമ്മെ നോക്കാൻ ഏൽപ്പിച്ച സമ്പത്ത് മാത്രമാണ്. ഒരു ഉദാഹരണം പല കഥകളിലും പറയുന്നുണ്ട്. ഒരു വാപ്പ മകനോട് പറഞ്ഞു, ഞാൻ മരിക്കുന്ന സമയത്ത് നീ വരികയും എന്റെ വലത്തേക്കാലിൽ ഒരു സോക്സ് അണിയിച്ചു തരികയും വേണം, എന്നെ ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോ. വാപ്പ മരിച്ചു. ആ മകൻ വന്നു, വാപ്പയുടെ കാലിൽ ഒരു സോക്സ് കൂടി ഇട്ട് കൊടുക്കണം മയ്യത്ത് പൊതിഞ്ഞു കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കൂടിയ ആളുകൾ പറഞ്ഞു, അതങ്ങനെ ശരിയാവും, മയ്യത്ത് കഫം ചെയ്യേണ്ടത് അങ്ങനെയല്ലല്ലോ, അതിന് വിരുദ്ധമായ ഒരു ശൈലി സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അവിടെയുള്ള ആളുകളൊക്കെ അതിനെ എതിർത്തു. വാപ്പയ്ക്ക് കാലിൽ ഒരു സോക്സ് ഇട്ട് കൊടുത്തു വിടണം എന്നായിരുന്നു അയാളുടെ ആഗ്രഹം. സമ്മതിച്ചില്ല. അങ്ങനെയല്ല, ജനാസ കൈകാര്യം ചെയ്യേണ്ടതിന് ഒരു ശൈലി ഉണ്ടല്ലോ, ആ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞാണ് കൊടുക്കുക, അല്ലാതെ കാലിലൊരു സോക്സ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. വാപ്പയുടെ ജനാസ അടക്കാൻ കഴിയാത്ത, അങ്ങനെ വാപ്പയുടെ വസീയത്ത് പോലെ ചെയ്യാൻ കഴിയാത്ത വിഷമത്തിലിരുന്ന മകന് മറ്റൊരു കത്തുകൂടി ലഭിച്ചു. വാപ്പ ആ വസീയത്തിനോടൊപ്പം എഴുതിയിരുന്നു, നിനക്ക് മനസ്സിലാക്കി തരാനാണ്, ദുനിയാവെന്നൊരു സോക്സ് പോലും നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിസ്സാരമായൊരു സോക്സ് പോലും നിന്റെ കാലിൽ അണിഞ്ഞുകൊണ്ട് നിനക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ അങ്ങനെ വസീയത്ത് ചെയ്തത്. അതുകൊണ്ട് ദുനിയാവിനെ കുറിച്ച് ആലോചിക്കണം. ദുനിയാവ് നമ്മളെ ഈ മേപ്പോട്ടെടുക്കുന്ന ശ്വാസം താഴോട്ട് വരാതായാൽ തീർന്നു, പിന്നെ സമ്പത്ത് നമ്മുടേതല്ല. അവിടെ തീർന്നു, പിന്നെ സമ്പത്ത് നമ്മുടേതല്ല. പിന്നെ മക്കളൊക്കെ ചെലവഴിച്ചു. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വാപ്പ ബാക്കി വെച്ച സമ്പത്തിൽ നിന്ന് മക്കൾ എത്ര സദക്ക കൊടുക്കും വാപ്പയുടെ പേരിൽ? ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് വാപ്പയാണ്. പക്ഷെ വാപ്പ മരിച്ചാൽ വാപ്പാന്റെ പേരിൽ ഒരു നല്ല ഒരു സൽക്കർമ്മം ചെയ്യാൻ പോലും ചിലപ്പോൾ മക്കൾ എന്ത് ചെയ്യില്ല, തയ്യാറാവൂല. എന്നാൽ ഇതുണ്ടാക്കിയതാരാ? വാപ്പയാണ്. വാപ്പയുടെ പേരും പെരുമയാണ്, ഇതെല്ലാം അധ്വാനാണ്, ആ മനുഷ്യന്റെ കഷ്ടപ്പാടാണ്, അതിന്റെ ബാക്കിയാണ് ഈ മക്കൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരൊറ്റ മക്കളും ഒരു പരിധി വിട്ടിട്ട് എന്ത് ചെയ്യില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ പേരിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചെയ്തു. മക്കള് നമ്മൾ മരിച്ചതിന് ശേഷം വാരിക്കോരി തരും എന്നൊന്നും ആരും വിചാരിക്കണ്ട. അപ്പൊ സദക്ക കൊടുക്കാനുള്ളത് കൊടുക്കുക, നമുക്ക് കഴിയുന്നത് പോലെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം നമ്മെ ആരെ ഇടങ്ങേറാക്കിയിട്ടില്ല. സദക്ക ഒരുപാട് പ്രതിഫലാർഹമായ കാര്യമാണ്. ഇവിടെ ഈ സദക്കയുടെ വിരോധികളായ ആളുകൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ് പറഞ്ഞത്, അവർക്ക് അള്ളാഹു വിചാരിച്ചെങ്കിൽ ഭക്ഷണം കൊടുക്കൂലേ, അവരുടെ കാര്യങ്ങളൊക്കെ പടച്ചോൻ നടത്തി കൊടുക്കൂലേ, ഞങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? നിനക്ക് അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന്. ഈ പ്രയോഗം പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. അള്ളാഹുവിന് മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു തആല പറഞ്ഞു, അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. സ്വന്തം ജീവിതാവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ നിന്ന് സ്വതക്ക ചെയ്യുക. ചരിത്രത്തിൽ എല്ലാ ദിവസവും സ്വതക്ക ചെയ്ത മഹാന്മാരായ
പണ്ഡിതന്മാരെയും സ്വഹാബത്തിനെയും ഒക്കെ കാണാം. എല്ലാ ദിവസവും ഒരു സദക്കയും. നമ്മളൊക്കെ കൂടുതൽ റമളാനിലാണ് ചെയ്യാറുള്ളത്. പക്ഷെ എല്ലാ ദിവസവും എന്ത് ചെയ്യും? അത് സ്വദക്കയുടെ ഒരു വലിയ മഹത്വമാണ്. അല്ലാഹു തആല സ്വദക്കകൾ കാരണം പാപങ്ങൾ പുറത്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഖുർആൻ പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ മനുഷ്യൻ ചെലവഴിക്കേണ്ടതിന്റെ മനുഷ്യന്റെ സാമ്പത്തികമായ ഇടപാടുകൾ ഖുർആൻ പറഞ്ഞൊരു എന്താണ് മനുഷ്യന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം വേറെ ഉണ്ട്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിന്റെ കൈ നീ പിരടിയിലേക്ക് കെട്ടിവെക്കരുത്. അഥവാ ഒന്നും കൊടുക്കാത്തവനായി പിരടിയിലേക്ക് കെട്ടിയവനായി മാറരുത്. എന്നാലോ വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറാ. എന്നാൽ ആ കൈ മുഴുവനായി നീട്ടിയിടുകയും ചെയ്യരുത്. അതായത് ലാവിശായി ചെലവഴിക്കുന്ന ശൈലിയും ഉണ്ടാകരുത്. ചോദിച്ചാൽ കൊടുക്കാത്ത ശൈലിയും നിന്റെ പക്കൽ നിന്നുണ്ടാകരുത്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കണം ജീവിതം. ചോദിച്ചാൽ കൊടുക്കുകയില്ല, അല്ലെങ്കിൽ ചെലവഴിക്കുന്നത് വഴിവിട്ട ചെലവ്, അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുഅ്മിനീങ്ങളുടെ അടയാളം വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. സൂറത്തുൽ ഫുർഖാൻ. മുഅ്മിനീങ്ങളുടെ അടയാളം എന്താണ്? അവർ ചെലവഴിച്ചാൽ അതിൽ അമിതം ചെലവഴിക്കുകയില്ല. വലം യുസ്രിഫു വലം യഖ്തുറൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അവര് പിശുക്കി വെക്കുകയില്ല, പിടിച്ചു വെക്കുകയില്ല. വകാന ബൈന ദാലിക ഖവാമാ, ഒരു മിതമായ മാർഗം സ്വീകരിക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങളെന്ന്, ഇബാദുർ റഹ്മാൻ എന്ന്, അള്ളാഹുവിന്റെ അടിമകളെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടാക്കണമെന്നും പറയുന്നുണ്ട്, എങ്ങനെ ചെലവഴിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പൊ പിശുക്കനാകാനും പാടില്ല, അമിതമായി കൈവിട്ട് ചെലവഴിക്കാനും പാടില്ല. ലാവിശായി വലം യുസ്രിഫു. പരിശുദ്ധ ഖുർആൻ കുലു വശ്റബു വലാ തുസ്രിഫു, അമിതം കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. സമ്പത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമ്പത്ത് കൊണ്ട് അഹങ്കാരം കാണിച്ചവർ ആരൊക്കെയുണ്ടോ അതിന്റെ മേൽ പരീക്ഷിക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു. സമ്പത്ത് കയ്യിലുണ്ടായിട്ട് അത് വെച്ചിട്ട് അഹങ്കാരം കാണിച്ചു, അള്ളാഹുവിനെ മറന്ന് പെരുമാറിയാൽ അവൻ അത് കാരണം പരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ സമ്പത്തുണ്ട് എന്നതുകൊണ്ട് അമിതമായ ഇടപാടുകൾ, ചെലവുകൾ പാടില്ല എന്ന് മാത്രമല്ല, അത് പൂഴ്ത്തിവെക്കാനും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണെന്ന ഓർമ്മ എപ്പോഴും നമ്മുടെ കൽബിലുണ്ടാകണം. അതല്ലേ ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിൽ വലിയ പ്രതിഫലമുള്ളവർ വല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാലിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. രഹസ്യമായും പരസ്യമായും ഒക്കെ ചെലവഴിക്കുന്നവർ. രഹസ്യമായ സദഖ വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹുവും അവനും വാങ്ങിയവനുമല്ലാതെ അറിയില്ല. അങ്ങനെയുള്ള സദഖ വലിയ പുണ്യമുള്ള കാര്യമാണ്. പരസ്യമായ സദഖ അതെങ്ങനെയാണ്? ഞാൻ കൊടുക്കുന്നത് കണ്ടിട്ട് വേറൊരാൾ കൊടുത്താൽ അങ്ങനെ ചിന്തിക്കല്ല, ഞാൻ കൊടുക്കുന്ന ആളാണെന്ന് ആളുകളൊക്കെ പറയണം എന്ന് വിചാരിച്ചിട്ടല്ല. അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരാൾക്ക് കൊടുക്കാൻ ഒരു സാധനം ഏൽപ്പിച്ചു, അപ്പൊ ഇത് ഇന്ന ആള് തന്നതാണ് എന്ന് പറയാം, അതിന്റെ കണക്കുകൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ രഹസ്യമായും പരസ്യമായും സദഖ ചെയ്യുന്ന ആളുകൾ അവർക്ക് അല്ലാഹുവിങ്കൽ വലിയ പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. മൂന്ന് ക്വാളിറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, നിസ്കാരം നിലനിർത്തുന്ന, വഖാമുസ്സലാഹ് വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ, രഹസ്യമായും പരസ്യമായും സദഖ കൊടുക്കുന്ന ആളുകൾ, അവർക്കൊരു നഷ്ടവും വരില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അവർക്ക് ഒരു നഷ്ടവും വരാനില്ല.
അർജൂന തിജാറത്തൻ ലൻ തബൂർ. അവരുടെ കച്ചവടം ഏറ്റവും മെച്ചപ്പെട്ട കച്ചവടമാണ്. അതിൽ നിന്നൊരു നഷ്ടവും അള്ളാഹു ഈ 3 ക്വാളിറ്റിയും നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ 3 ക്വാളിറ്റികളും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഖുർആൻ പാരായണം ചെയ്യണം, നിസ്കാരം നിലനിർത്തണം, രഹസ്യമായും പരസ്യമായും ഒക്കെ. എത്രയാ സ്വതക്ക ചെയ്യേണ്ടത്? ഒരാളിന്റെ കഴിവിനനുസരിച്ച്. സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വർത്തമാനം നമ്മളെ അത്ഭുതപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതക്കയുടെ മഹത്വം പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മുൻഗാമികളുടെ ജീവിതം കൂടി മനസ്സിലാക്കാനാണ്. സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് 10 രൂപ കിട്ടിയാൽ ഞാൻ 7 രൂപ എൻ്റെ കാര്യത്തിന് ചെലവാക്കുകയും 3 രൂപ സ്വതക്ക ചെയ്യുകയും ചെയ്യും. ഒരു ദിവസം ജോലി ചെയ്തിട്ട് 10 രൂപയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് 7 രൂപ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കാര്യങ്ങൾക്ക്, എൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് ചെലവഴിക്കും. എന്നാൽ ബാക്കി 3 രൂപ സ്വതക്ക ചെയ്യാൻ, ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിക്കും. സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. സ്വതക്ക ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മഹാന്മാരായ മുൻഗാമികൾക്ക് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ ഹറമിൽ ഔലിയാക്കളുടെ നേതാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനവും മഹത്വവും നൽകിയ നേതാവാണ്. ഖുർആൻ പേര് പറഞ്ഞ നേതാവാണ് സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ കഅബാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും തരണം. മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല, തരാനൊന്നും ഇല്ല. അയാൾ പിന്നാലെ കൂടി, ഇവരുടെ വേഷവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നാലെ കൂടി, എന്തെങ്കിലും തരണം, എന്തെങ്കിലും തരണം, എന്തെങ്കിലും തരണം. അവസാനം അയാൾ പറഞ്ഞു, അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരണം. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എൻ്റെ ശരീരമല്ലാതെ എനിക്ക് തരാനൊന്നുമില്ല, എന്നെ അടിമക്കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റിട്ടെങ്കിലും നീ പൈസ എടുത്തു. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു എന്ന ഔലിയാക്കളുടെ രാജാവ് അടിമക്കമ്പോളത്തിൽ അടിമയായി വിൽക്കപ്പെട്ടു. നമ്മൾ വിചാരിക്കുക അപ്പോൾ അയാൾ വിറ്റില്ല, അയാൾ വിറ്റു. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു വിറ്റിട്ട് ആ പൈസ അയാൾ കൊണ്ടുപോയി എന്നാണ്. അതൊക്കെ ഔലിയാക്കളുടെ ജീവിതമാണ്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും തരണം. ബഹുമാനപ്പെട്ടവരുടെ പക്കലൊന്നുമില്ല. 2-3 വട്ടം പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല. അവസാനം അയാൾ പറഞ്ഞു, അള്ളാഹുവിനെ ഓർത്ത് എനിക്ക് എന്തെങ്കിലും തരണം. അങ്ങാടിയിൽ ഒരു ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ധരിച്ചിരുന്ന വസ്ത്രം അഴിച്ചിട്ട് പുറത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി വിറ്റോളൂ, ഇതല്ലാതെ എൻ്റെ പക്കലൊന്നും തരാനില്ല. നീ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെ തരാതിരിക്കും? എൻ്റെ കയ്യിൽ ഇനി തരാനൊന്നുമില്ല. അപ്പോ മുൻഗാമികളായ സ്വാലിഹീങ്ങളായ നമ്മുടെ മുന്നേ നടന്ന ആളുകൾ, സ്വഹാബത്തിന്റെ ചരിത്രം നോക്കൂ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ആയത്ത് അവതരിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വതക്ക ചെയ്യാൻ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ആയത്ത് വന്നു. സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് സയ്യിദുനാ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അവരുടെ കയ്യിലുണ്ടായിരുന്നത് മദീനയിലെ ഏറ്റവും നല്ല തോട്ടമാണ്. മദീനയിലെ ഏറ്റവും നല്ല തോട്ടം, ആരും കണ്ടാലും നോക്കിപ്പോകുന്ന തോട്ടം. ബൈറുഹാഇന്റെ ഉടമയായിരുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. ഈന്തപ്പന കുലകുത്തി കിടക്കുന്ന തോട്ടം. യാ റസൂലല്ലാഹ്, ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ സ്വതക്ക ചെയ്യേണ്ടത്? ബൈറുഹ ഇദാ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തിരിക്കുന്നു. സയ്യിദുനാ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന്റെ ഈമാനാണ്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അങ്ങനെ പറയാനാണ് എത്രയുണ്ട്. മഹാനവറുകൾ ഇരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലെത്തിയിട്ട് ആദ്യം മുഅ്മിനീങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഒരു കിണർ പോലും ഉണ്ടായിരുന്നില്ല. ബിർറുമയിൽ നിന്നാണ് ജനങ്ങൾ വെള്ളം കുടിച്ചിരുന്നത്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാണ് അതൊന്ന് വാങ്ങിത്തരിക? വാങ്ങിത്തരുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ഞാൻ വാങ്ങിത്തരാം നബിയേ. നമ്മൾ വിചാരിക്കരുത് സ്വഹാബത്തൊക്കെ ഭയങ്കര പൈസയുള്ള ആളുകളായത്, അതുകൊണ്ടല്ല. സ്വതക്ക അവരുടെ ജീവിതത്തിൽ അവർ അധ്വാനിച്ചതിൽ നിന്നൊരു വലിയ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അവർ ചെലവഴിക്കുകയായിരുന്നു എന്ന് ഈ ചരിത്രങ്ങളൊക്കെയും നമുക്ക് പറഞ്ഞു തരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയ്ക്ക് കണ്ണ് കാണുകയില്ലായിരുന്നു. അബൂ ഖുഹാഫ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയുടെ പേര്. അപ്പൊ ഈ ചെലവഴിച്ചിട്ട് അടിമകളെയൊക്കെ മോചിപ്പിച്ചപ്പോ വാപ്പ ചോദിക്കുന്നുണ്ട്, മോനെ
മോചിപ്പിക്കുമ്പോൾ കുറച്ച് തണ്ടും തടിയൊക്കെ ഉള്ള ആളെ മോചിപ്പിച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്ക് നിർത്തിക്കൂടെ? എന്തിനാണ് ഈ ദുർബലരായ ബിലാലിനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളെ പോലെ ദുർബലരായി ഇസ്ലാം വിശ്വസിച്ചതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ മോചിപ്പിക്കുന്നത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എൻ്റെ ലക്ഷ്യം അവരെ മോചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടലാണ്, അല്ലാതെ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിർത്താനല്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും അധികം സ്വതക്ക ചെയ്തവരിൽ ഒരാൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ എത്രയാണ് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം. സത്യത്തിൽ പരിശുദ്ധമായ ദീൻ നിലനിന്നത് സ്വതക്കയിലൂടെയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പള്ളിയിൽ എത്രയാ പിരിവെടുത്തത്? ആരാണ് തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് വിറക് കൊള്ളികൾ കൊണ്ടുവരെ ഇട്ടുകൊടുത്ത സ്വഹാബത്തുണ്ട്. ഇതേ ഉള്ളു നബിയെ. ചരിത്രം വായിക്കുമ്പോൾ കണ്ണ് നനഞ്ഞു പോകും. ഭക്ഷണം 3 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയ കാരയ്ക്ക, അതിൽ നിന്നൊരു പാളി വായിൽ വെച്ചപ്പോഴാണ് റബ്ബിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യൂ, ഒരു പാളി എടുത്തിട്ടാണ്. ഇതേ ഉള്ളു നബിയെ. സ്വഹാബത്തിന്റെ ഈമാൻ, അള്ളാഹു നമുക്കൊക്കെയും അവരുടെ ബർക്കത്ത് കൊണ്ട് ഈമാൻ വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. നമ്മളാണെ കൊടുക്കുമോ? 3 ദിവസം കഴിഞ്ഞ് കിട്ടിയ ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു പാളി അടർത്തിയിട്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സദക്ക കൊടുത്തത്. എന്ത് വേണ്ടല്ലേ, വീട്ടിൽ കിടന്ന വിറകുകൊള്ളി വരെ കൊണ്ടുവന്നിട്ട് കൊടുത്തു. ഇതാണ് സദക്ക ചെയ്യാനുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ സദക്ക ചെയ്യുക എന്നുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മഹത്വം ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചെയ്യുന്നത് മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫഹു ലഹു വലഹു അജ്റുൻ കരീം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചെയ്യുന്നത് റബ്ബിന് കടം കൊടുക്കുന്നത് പോലെയാണ്. അള്ളാഹുവിനൊരാൾ കടം കൊടുത്താലോ അതിരട്ടിയായി അള്ളാഹു അവന് തിരിച്ചു നൽകുമെന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ. സദക്ക കൊടുത്തതിൻ്റെ പേരിൽ മുടിഞ്ഞുപോയ ആരുമില്ല. സദക്ക കൊടുത്തിട്ട് മുടിഞ്ഞുപോയവരില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യും. എന്നാൽ പിടിച്ചു വെച്ചതിൻ്റെ പേരിൽ അതിസമ്പന്നരായ ആളുകളുമില്ല. ഒരു ഉറുദു കവിത നമ്മൾ കേൾക്കാറുണ്ടല്ലോ, കഫൻ പുടവയ്ക്ക് കീശയുമില്ല, മലക്കുൽ മൗത്തൊട്ട് കൈമടക്ക് വാങ്ങാറുമില്ല, പിന്നെ എന്തിനാണ് ഇതുണ്ടാക്കി വെക്കുന്നതെന്ന് ചോദിച്ചത്. കഫൻ പുടവയിൽ കീശയിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് പോയിട്ട് ചോദ്യം ചെയ്യാൻ വരുന്ന മുങ്കർ നക്കീറിന് കൊടുക്കാൻ പറ്റില്ല, മലക്കുൽ മൗത്തിന് കൈമടക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ദുനിയാവിൽ നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന്, അതാണ് നേരത്തെ ഖുർആൻ പറഞ്ഞത്, ഒരു മിതമായ ചെലവഴിക്കൽ എപ്പോഴും ഉണ്ടാകണം. പരിശുദ്ധമായ ഖുർആൻ ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ യുളാഇഫഹു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശകൂറുൻ ഹലീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിങ്ങൾ ഇത് സദഖയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ കടം കൊടുക്കുന്ന പക്ഷം അല്ലാഹു നിങ്ങൾക്കത് ഇരട്ടിയാക്കി തരും. യുളാഇഫു ലക്കും വയഗ്ഫിർ ലക്കും. അതിന്റെ കൂടെ അല്ലാഹു ഒരു ഓഫറും കൂടി, വയഗ്ഫിർ ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ശകൂറുൻ ഹലീം. അപ്പോൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കണമെന്നാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുഅ്മിനീങ്ങളുടെ അടയാളം അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്നവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണെന്ന് ഖുർആൻ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو. اللهم إنك عفو تحب العفو فاعف عني يا كريم. സദഖ കൊടുത്താൽ ഖുർആൻ പറയുന്ന പല പ്രതിഫലങ്ങൾ. ഒന്ന്, അല്ലാഹു തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. വയഗ്ഫിർ ലക്കും വല്ലാഹു ശകൂറുൻ ഹലീം. വയുകഫിർ അൻകും സയ്യിആതികും. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല അതിനുള്ള പ്രായശ്ചിത്തമായി അതിനെ കരുതുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
വെള്ളം തീയെ അണച്ചു കളയുന്നതുപോലെ സ്വതക്ക നിങ്ങളുടെ പാപങ്ങൾ അണച്ചു കളയുമെന്ന്, കെടുത്തിക്കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമായി അല്ലാഹുവിന്റെ റസൂല് പലതവണ സ്വതക്കയെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് നിങ്ങളുടെ ധനത്തിൽ വർധനവുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ധനത്തിൽ വർധനവ് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അല്ലാഹു തആല പകരം നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ്. അതുപോലെ നിങ്ങളുടെ ഉപജീവന മാർഗം വിശാലമാകും. അല്ലാഹു തആല അറിയാത്ത മാർഗത്തിലൂടെ, അല്ലാഹു തആല നിങ്ങൾക്കറിയാത്ത മാർഗങ്ങളിലൂടെ നിങ്ങൾക്കുള്ള ഉപജീവനം തുറന്നു നൽകും. അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലമാണ്. സമ്പത്ത് സ്വതക്ക കൊണ്ട് കുറഞ്ഞു പോകില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പേടിക്കുന്നത്, എന്റെ സമ്പത്ത് കുറഞ്ഞു പോകുമോ എന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ കളവ് പറയില്ലെന്ന് നമുക്കറിയുമല്ലോ. അവിടുന്ന് പറഞ്ഞു തരുകയാണ്, നിങ്ങളുടെ സദഖ കൊണ്ട് സമ്പത്തിനൊരു കുറവും പറ്റില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനേക്കാൾ വലുതെന്താണ് വേണ്ടത്? ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. നിങ്ങളുടെ സമ്പത്ത് അതിന് കുറവുണ്ടാവില്ല. കളവ് പറയാത്ത നാവ് കൊണ്ട് അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിൽ ബറക്കത്ത് ചെയ്യും, ബാക്കിയുള്ള മിച്ചമുള്ളതിൽ ബറക്കത്ത് ചെയ്യും. സമ്പത്തിലേക്ക് ബാധിക്കാവുന്ന വിപത്തുകൾ അല്ലാഹു തആല തടഞ്ഞുകളയും. സമ്പത്തിൽ പല വിപത്തുകളും ബാധിക്കാനുണ്ട്. ചിലർ കടം വാങ്ങിക്കൊണ്ടുപോയി കളയും, ചിലർ മറ്റുള്ള വഞ്ചനാ മാർഗത്തിൽ തട്ടിയെടുത്തു കളയും. ഇതൊക്കെ വരാതിരിക്കാൻ സ്വതക്ക ചെയ്താൽ മതി, അല്ലാഹു പകരമായി സമ്പത്ത് നൽകുമെന്നാണ്. ഐഹികമായ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മെച്ചപ്പെട്ടത് നൽകുമെന്നാണ്. മാത്രമല്ല സ്വതക്കയ്ക്ക് നല്ല പ്രതിഫലം അല്ലാഹു നൽകുമെന്നാണ്. നമ്മെ ശുദ്ധീകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കച്ചവടമാകുമ്പോൾ അതിൽ പലതരത്തിലുള്ള സമ്പത്ത് വരാം. കച്ചവടമാകുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുകൾ, ഇടപാടുകളിൽ പ്രശ്നങ്ങൾ, പൈശാചികമായ ഇടപെടലുകൾ, ഇതിൽ നിന്നെല്ലാം നമ്മുടെ കച്ചവടങ്ങളെ ശുദ്ധീകരിക്കാൻ സ്വതക്ക വേണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗത്തിന് ശമനമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. ഞാനിതെല്ലാം കൂടി വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വായിക്കാത്തത്. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. രോഗത്തിന് ശമനം. അപ്പൊ രോഗിയായാൽ എന്ത് വേണം? സ്വതക്ക കൊടുത്തിട്ട് ദ്വാരപ്പിക്കുക, രോഗം മാറാൻ ദ്വാരപ്പിക്കുക എന്നുള്ളത് സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനമാണ്. രോഗിയാണ്, രോഗം മാറാൻ ദ്വാരക്കണം. സ്വതക്ക കൊടുത്തുകൊണ്ട് രോഗം മാറാൻ വേണ്ടി ദ്വാരപ്പിക്കുക. അപ്പോ രോഗം നിങ്ങളെ ശമിപ്പിക്കും. അതുപോലെ മരണത്തോടുകൂടി മുറിഞ്ഞു പോകാത്ത സ്വതക്കയാണ്. മരണത്തോടുകൂടി മുറിഞ്ഞു പോകാത്ത പലതരം സ്വതക്കകളുണ്ട്. മരണത്തോടുകൂടി മുറിഞ്ഞു പോകാത്തൊരു കർമ്മമാണ്. നമ്മളൊരു സ്വതക്ക ചെയ്തു. ഉദാഹരണം, ഈ പള്ളി വെക്കാൻ വേണ്ടി നമ്മൾ സംഭാവന ചെയ്തു. ഈ പള്ളി നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിന്റെ പ്രതിഫലം മുറിയാതെ ആരൊക്കെയാണോ അവർക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ മുറിഞ്ഞു പോകാത്തൊരു പ്രതിഫലം അതിൽ നിന്ന് കിട്ടും. മാത്രമല്ല, നമ്മളെല്ലാം ഈ 10 ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനല്ലേ? നരകമോചനം ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹു തആല പറയുകയാണ്, നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം പറഞ്ഞു തരട്ടെ. തുഅ്മിനൂന ബില്ലാഹി വ റസൂലി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കൂ. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പടപൊരുതൂ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പടപൊരുതൂ. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വ അൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങളുടെ സ്വത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതൂ. അത് നരകത്തിൽ നിന്നുള്ള മോചനമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു അപ്പം നരകമോചനം നമുക്ക് നൽകുമാറാകട്ടെ. പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കാനുള്ള കാരണമാണ്. 700 ഇരട്ടി പ്രതിഫലം ലഭിക്കാനുള്ള കാരണമാണ്. ഇങ്ങനെ സ്വർഗം ലഭിക്കാനുള്ള കാരണമാണ്. ഇങ്ങനെ വായിച്ചാൽ എത്ര ഹദീസുകളാണ് സ്വതക്കയുടെ മഹത്വം പറയുന്നത്.
അപ്പം നമ്മുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സഹായിക്കണം എന്ന് പറയുന്ന ഓരോ മനുഷ്യനും ഇത്രയും കൂലി നമുക്ക് തരാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച ആളാണ്. ആ ചിന്ത വന്നാൽ നമ്മുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെയൊക്കെ കാര്യം അള്ളാഹു നടത്തി കൊടുക്കത്തില്ല എന്നുള്ള ചിന്തയൊന്നും വരില്ല. നമ്മെക്കൊണ്ട് കഴിയുന്നത് പോലെ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നല്ലൊരു വാക്ക് പറയാം. രോഗിയായൊരു മനുഷ്യൻ സഹായം ചോദിച്ചു വന്നു. വീട്ടിൽ നിന്ന് വന്നപ്പോൾ എടുത്തിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിൽ 10 രൂപ പോലും കൊടുക്കാനില്ല. എന്നാൽ എന്താ പറയേണ്ടത്? അള്ളാഹു നിങ്ങളുടെ രോഗം ശിഫയാക്കി തരട്ടെ എന്ന് പറയാം. അള്ളാഹു നിങ്ങളുടെ രോഗം അല്ലാത്ത ഒരു മാർഗം, അത് എന്താണെങ്കിലും കൊടുക്കുക എന്നുള്ള. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽത്തട്ടം പിടിച്ചു വലിച്ചിട്ട് മുഹമ്മദേ എനിക്ക് എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞു. റസൂലുള്ളാന്റെ കഴുത്തിന്റെ ഭാഗത്ത്, അതായത് കഴുത്തിന്റെ ഈ ഭാഗത്ത് ഈ മേൽത്തട്ടം വലിഞ്ഞിട്ട് മുറിവ് പറ്റി. നമ്മളാണെങ്കിലോ, നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഒരാൾ പുറകിൽ നിന്ന് പിടിച്ചു വലിച്ചിട്ട് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹം മുറിഞ്ഞാലോ, ആ മനുഷ്യനോട് പോലും അള്ളാഹുവിന്റെ റസൂല് ആളുകളിൽ നിന്ന് സദക്ക വാങ്ങിക്കൊടുത്തു. അപ്പൊ നമ്മൾ ചെയ്യുന്നൊരു വലിയ സൽക്കർമ്മമാണ്. നമ്മളെ കൊണ്ട് കഴിയും പോലെ ചെയ്താൽ മതി. നല്ലൊരു വാക്കുകൊണ്ടെങ്കിലും ഒരാളെ സഹായിക്കുക. അപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പലരും ഉണ്ടാവും. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ സാധുവായ മനുഷ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുന്നതൊക്കെ റബ്ബിനാണ് അറിയുന്നത്. നമ്മൾ ചിലപ്പോൾ കൊടുത്തത് 5 റുപ്യ ആയിരിക്കും, പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന കൂലി എത്രയാണ്? ആ കൂലി അള്ളാഹു തരാൻ വേണ്ടി. ഇനി നേരെ തിരിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ കൈനീട്ടി വാക്കുന്ന ആളുകളെ അള്ളാഹു തആല നമ്മിലേക്ക് പറഞ്ഞയച്ചു. നമ്മയോ മക്കളെയോ അങ്ങനെ വാങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ അള്ളാഹു എത്തിക്കാതിരിക്കുമാറാകട്ടെ. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എനിക്ക് ഐശ്വര്യമുണ്ട്, എനിക്ക് കൊടുക്കാൻ പറ്റും. നാളെ ഇതുപോലെ ഞാനോ മക്കളോ ചെന്ന് കൈ നീട്ടണ്ട, അങ്ങനൊന്നും വരില്ല എന്ന് ആരും വിചാരിക്കരുത്. ലോകത്തെ എത്ര നാടുകളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. വിശാലമായി ഞാൻ അതിലേക്ക് പോകല്ല. പഴയ കാലത്ത് രാജാക്കന്മാരായി ജീവിച്ച മനുഷ്യരൊക്കെ എത്രയാണ് ഇന്ന് കടന്ന് പ്രയാസപ്പെടുന്നത്. ഒറ്റ ഉദാഹരണം സിറിയയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പമാരടക്കം കച്ചവടത്തിന് പോയ നാടാണ് സിറിയ. ആ സിറിയയിൽ നിന്നൊരു കുറച്ചു കാലം മുമ്പ്, ഒരു 10 വർഷത്തിന് മുമ്പ് ആഭ്യന്തര കലാപം നടക്കുമ്പോൾ റാബിത്തയിലേക്ക് ഒരു കത്ത് വന്നു. ആ കത്തിലുള്ള ഉള്ളടക്കം എന്തായിരുന്നു വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല, നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല, ഞങ്ങളുടെ തെരുവോരങ്ങളിൽ ഇനി ബാക്കിയുള്ളത് പട്ടി മാത്രമാണ്, നായ മാത്രമാണ്, അതിനെ പിടിച്ചറുത്ത് കഴിച്ചാൽ അത് ഹലാലാകുമോ എന്ന് ചോദ്യം വന്നത് സിറിയയിൽ നിന്നാണ്. ഏതാണ് ഈ സിറിയ? ഡമാസ്കസ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തെ പ്രൗഢിയുടെ കേന്ദ്രമാണ്. ബർമയിലേക്ക് നോക്കൂ, പണ്ട് കാലത്ത് നമ്മളെ വല്യപ്പന്മാര് കച്ചവടത്തിന് പോയ നാടാണ് ബർമ. ബർമയിലെ മുസ്ലിങ്ങളാണ് ഇന്ന് നമ്മൾ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെന്ന് വായിക്കുന്നവർ. പല രാജ്യങ്ങളിലും അഭയാർത്ഥികൾ, അറബ് നാടുകളുടെ പ്രൗഢി, പല നാടുകളിലും കിടന്ന മനുഷ്യർ, ഇന്ന് അവരുടെ അവസ്ഥ എന്താ? ഇതൊക്കെ നമ്മൾ ആലോചിക്കാനാണ്. ഇന്ന് നമ്മളെ മുന്നിൽ കൈനീട്ടി ഒരുപാട് ആളുകൾ വരും, അവർക്ക് നമ്മൾ കൊടുക്കുന്നു. നമ്മൾ അപ്പോഴൊക്കെ കൽബിൽ കരുതണം, എനിക്കോ എൻ്റെ മക്കൾക്കോ ഇതുപോലെ മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ കൽബിൽ വേണം. അപ്പൊ അള്ളാഹു നമുക്ക് തരുന്ന ഒരു അവസരമാണ്. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സദക്ക കൊണ്ടായിരിക്കും അള്ളാഹു തആല നമ്മുടെ ഒരു പാപം പുറത്തു തരാനോ സ്വർഗം കിട്ടാനോ ഒക്കെ കാരണമാവാം. ഈ വരുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അടച്ചാക്ഷേപിക്കരുത്, ഇവന്മാരെല്ലാം കള്ളന്മാരാണ്, അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. ഇവന്മാരൊക്കെ കള്ളന്മാരാണ്, വെറുതെ ഇറങ്ങിയേക്കാണ്. അതൊന്നും നമ്മൾ പറയേണ്ട വർത്താനമല്ല, അതൊന്നും മുസ്ലിമീങ്ങളുടെ വായിന്ന് വരേണ്ട വർത്താനമല്ല. കാരണം മദീനത്തെ പള്ളിയിൽ നിന്ന് വന്നവർക്കൊക്കെ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലാളെ പറഞ്ഞു വിട്ടിട്ട് അവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഹബീബായ നബി തങ്ങളുടെ വീടിന്റെ അവസ്ഥ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിലേക്ക് ആളെ പറഞ്ഞു വിട്ടപ്പോൾ ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു അത്രേ, ജീവികൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഒന്നും ഈ വീട്ടിലില്ല നബിയേ. അതായത് ഒരു കാരക്കത്തുണ്ട് പോലും ആ വീട്ടിലില്ല. ഫാത്തിമ ബീവിയുടെ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കൂ. സ്വഹാബത്തെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കൂ. അതുകൊണ്ടാണ് നമ്മുടെ പള്ളി വരുന്ന ആളുകളെ നമ്മൾ പറയുന്നത്, ഒരാൾ സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്, ആരെങ്കിലും സ്വഹാബത്ത് കൊടുക്കും. അവർ തന്നെ എത്രയോ ആളുകളെ സഹായിച്ചു. അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഉള്ളതുപോലെ കൊടുക്കുക. ചില ആളുകളെയൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നും. നമ്മുടെ ഇവിടെ പിരിവിന് വരുന്ന ആളുകൾക്ക് വേണ്ടി ബക്കറ്റും കൊണ്ട് പലരും ഇങ്ങനെ നിൽക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ അവർക്ക് ആർക്കും അങ്ങനെ ബക്കറ്റും കൊണ്ട് നിൽക്കേണ്ടവരല്ല, പക്ഷേ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അവരെ കാണുമ്പോൾ സന്തോഷം തോന്നും. എന്താണ്? അവരത് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു വലിയ അമലാണ്, ഇതൊരു വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഒരാൾക്ക് വേണ്ടി സഹായം ചോദിക്കാൻ ബക്കറ്റും കൊണ്ട് നിൽക്കുന്നതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല. ഒരാളെ സഹായിക്കാൻ, അങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ. അള്ളാഹുവിന്റെ റസൂല് സദക്ക വാങ്ങിയാണ് ഈ മതം ഇങ്ങനെ ലോകത്തിന്റെ. നോക്കൂ, നമ്മുടെ വഖഫ് സ്വത്തുകളൊക്കെ എവിടുന്ന് വന്നു? നമ്മുടെ മുൻഗാമികൾ സദക്ക ചെയ്തതാണ്. ഈ കാണുന്ന പള്ളി മിനാരങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്നത് വെറുതെ ഒന്നും ഉണ്ടായി വന്ന് ആരെങ്കിലും പതിച്ചു തന്നതല്ല. മുസ്ലിങ്ങൾക്ക് ഇവിടെ ആരും ഒന്നും പതിച്ചു തന്നിട്ടില്ല.
ഓരോന്നും നമ്മുടെ മുൻഗാമികളുടെ വിയർപ്പിന്റെ അധ്വാനമാണ്. കണ്ടന്തറ പള്ളി മാത്രമല്ല, ഈ വഴിയരികിൽ കാണുന്ന മുഴുവൻ പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, തലയുയർത്തി നിൽക്കുന്ന മുഴുവൻ ഇസ്ലാമിക അടയാളങ്ങളും മുൻഗാമികളുടെ ചോരയും വിയർപ്പുമാണ്. അള്ളാഹു അവരുടെയൊക്കെ ഖബറുകൾ സ്വർഗമാക്കി നൽകുമാറാകട്ടെ. അപ്പൊ സദക്ക കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവ് കഴിവ് പറയരുത് എന്നാണ് ഈ ആയത്ത്. അതായത് അള്ളാഹു അവരുടെ കാര്യം നോക്കുമല്ലോ, ഇനി ഞങ്ങൾ എന്തിനാ കൊടുക്കുന്നത്, ഞങ്ങൾ എന്തിനാ അതിലേക്ക് ചെലവഴിക്കുന്നത് എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, അവർക്ക് കൊടുത്തതിൽ നിന്നവർ ചെലവഴിക്കുന്നവരാണ്, മുഅ്മിനിന്റെ അടയാളമാണത്. അപ്പൊ ധാരാളമായി നമ്മെക്കൊണ്ട് കഴിയുന്നത് പോലെ റബ്ബിന്റെ മാർഗത്തിൽ സദഖ കൊടുക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു. കഴിക്കാനൊന്നുമില്ല. പരിചാരക പറഞ്ഞു, ഉമ്മ കഴിക്കാൻ ഇവിടെ ഒന്നും ഇരിപ്പില്ല, ഇത് മാത്രമേ ഉള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതങ്ങ് കൊടുത്തു. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ ആടിന്റെ മാംസം കറി വെച്ചത് കൊണ്ടുവന്നവരുടെ വീട്ടിൽ കൊടുത്തു എന്ന് ചരിത്രം. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുന്തിയത് റബ്ബ് തരുമെന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പട്ടിണിയായി വിശന്ന് പ്രയാസപ്പെട്ട് ഭക്ഷണം കിട്ടാതെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ജോലിക്ക് പോയപ്പോൾ കിട്ടിയ പൈസ കൊണ്ട് മാവ് വാങ്ങി പത്തിരി ഉണ്ടാക്കിയപ്പോൾ ആദ്യം ആര് വന്നു? ഖുർആൻ പറയുന്നില്ലേ, ആദ്യം യതീമൻ വമിസ്കീനൻ വഅസീറ. ആദ്യം ഒരു യതീം വന്നു, പിന്നൊരു മിസ്കീൻ വന്നു, പിന്നൊരു തടവിലാക്കപ്പെട്ട ജയിൽ മോചിതനായ ആൾ വന്നു. 3 പേരും വന്ന് വാതിൽ മുട്ടി. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചതാണ്. ആദ്യത്തത് യതീമിനോട്, രണ്ടാമത്തത് മിസ്കീനോട്, മൂന്നാമത്തത് തടവിൽ നിന്ന് ഇപ്പൊ മോചിപ്പിക്കപ്പെട്ട് ജയിലിൽ നിന്ന് ഇപ്പൊ മോചിപ്പിക്കപ്പെട്ടതേ ഉള്ളൂ വിശന്ന് വലഞ്ഞു വന്ന ആളിന് കൊടുത്തു. അല്ലാഹു തആല അവരെ പ്രശംസിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുൻഗാമികളുടെ ഈമാനാണ്. അപ്പൊ നമ്മളും 2 കാര്യങ്ങൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മുടെ പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുപാട് വാരിക്കോരി. ചില ആളുകളുണ്ട് വാഗ്ദാനം ചെയ്യും. ചില വയലിന്റെ മജ്‌ലിസിലൊക്കെ ആയത്തൊക്കെ കേട്ട് ഈമാൻ കൂടിയിട്ട്, ഉസ്താദേ ഞാൻ 1 ലക്ഷം കൈപൊക്കും, 1 ലക്ഷം പോയിട്ട് 10,000 പോലും കൊടുക്കൂല. നമ്മൾ ഈ പല സദസ്സിലും പ്രസംഗിക്കാൻ പോകുന്നതുകൊണ്ട് അറിയാം. കഴിഞ്ഞ കൊല്ലം പോയിട്ട് ഈ വർഷം, ഉസ്താദേ കഴിഞ്ഞ വർഷം 10 ലക്ഷം പിരിച്ചില്ല, ആകെ 1 ലക്ഷം കിട്ടിയത്. പേരെഴുതാൻ വേണ്ടിയിട്ട് ചിലർ പറയുന്നതാണ്, ഉസ്താദേ ഞാൻ 1 ലക്ഷം, എന്നിട്ട് നമ്പർ തെറ്റിച്ചു കൊടുത്ത് പോവുകയും ചെയ്യും. പിന്നെ എത്ര വിളിച്ചാലും ആളെ കിട്ടൂല. സദസ്സിൽ നിന്ന് വേണ്ടി ദുആയും കിട്ടുകയും ചെയ്യും. അല്ലാഹു ഇയാൾക്ക് പുറത്തു കൊടുക്കണമെന്ന്. പലതും നടക്കാനുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ മുങ്ങുന്ന ആളുകളുണ്ട്, വാഗ്ദാനം പറഞ്ഞിട്ട് മുങ്ങുന്ന ആള്. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പറഞ്ഞാൽ മതി. അള്ളാഹു അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതായത് ഒരു ഈന്തപ്പഴത്തിന്റെ കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും നരകത്തെ തടയൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖുന്നാറ വലൗ ബിശിഖി തംറ. അത് സ്വതക്കയുടെ വലിയ മഹത്വമാണ്. അതൊരു കാരക്കയുടെ ചീളിന് പോലും നമ്മുടെ നരകത്തെ തടയാൻ പറ്റും. അപ്പൊ അങ്ങനെ കൊടുത്താൽ മതി, അല്ലാതെ ഈ വാഗ്ദാനം കൊടുത്തിട്ട് മുങ്ങരുത്. അതുപോലെ തീരെ കൊടുക്കാത്ത മനുഷ്യരും ആകരുത്. അള്ളാഹു ഒരു സമൂഹത്തിൽ നിന്ന് ആദ്യം എടുത്തു കളയുന്നത് കരുണയാണ്. ശിക്ഷ വരുന്ന അങ്ങനെയല്ല. ശിക്ഷ വരുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് കരുണ എടുത്തു കളയും. ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്സ് എടുത്തു കളയും. ചിന്തിക്കാനുള്ള വിഷയമാണ്. പരിശുദ്ധമായ ദീനിൽ നിന്നൊക്കെ തെറ്റിപ്പോയ ആളുകൾ, തെറിച്ചുപോയ ആളുകൾ സാധുക്കളെ കണ്ടാൽ ഒരു മൈൻഡ് ചെയ്യൂല. നമ്മൾ പറയൂലേ, 2 മുത്തല്ലിമികളൊന്നും അവിടെ പോകണ്ട, അവൻ തരൂല. അവൻ തരൂല. എന്താ കാര്യം? അവന്റെ കൽബിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞു. ആദ്യം അവന്റെ കാരുണ്യം അള്ളാഹു എടുത്തു കളയും, പിന്നീട് അവന് ചെയ്യുന്ന കാരുണ്യം അള്ളാഹു എടുത്തു കളയും. ആദ്യം അവന്റെ മേലുള്ള കാരുണ്യം എടുത്തു കളയും, പിന്നീട് അവൻ അള്ളാഹു എന്തെങ്കിലും കരുണ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തു കളയും. ഇതിന് കാരണം വേണമല്ലോ. അപ്പോൾ ഒരു വെറുപ്പ് തോന്നും. ഇവരെയൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ വരുന്നത്, ചോദിക്കുന്നത്, വാങ്ങുന്നത്? എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ സ്വതക്ക കൊടുത്തു, അതിന് കൂലി കിട്ടും. അയാൾ പിന്നെ എന്ത് ചെയ്തു എന്നുള്ളത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട വിഷയമല്ല. നമ്മൾ സദക്ക കൊടുത്തിട്ട് ഇയാൾ ഇത് കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യുമോ, അവിടെ കൊണ്ടുപോയി അങ്ങനെ ചെയ്യുമോ, അങ്ങനെ എന്തും ആലോചിക്കേണ്ട കാര്യമില്ല. എന്നാൽ പ്രകടമായി നമുക്കറിയാം, ഒരാൾ വന്നു സദക്ക വേണം, അല്ലെ നമുക്കറിയാവുന്ന ഒരാളാണ്, ഇവൻ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നാ കൊടുക്കാൻ പാടുണ്ടോ? ഇവൻ കള്ളു കുടിക്കാനാണ് ചോദിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. കള്ളു കുടിക്കാനാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ചോദിക്കുന്നത്, അല്ലാതെ അവന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടല്ല, എന്നാ കൊടുക്കണ്ട. അല്ലാതെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരേണ്ട ചിന്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അവസരമാണ് ഈ സദഖ കൊടുക്കുക. അതാ പറഞ്ഞു, ഇദാ ഖീല ലഹും, ഈ സമ്പത്ത് അല്ലാഹു തന്നതാണ്, അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ എന്ന് പറഞ്ഞാൽ പല ഒഴിവ് കഴിവുകളും പറയുന്ന ആളുകൾ അവർ പറയുന്ന വർത്തമാനമാണ്, അനുതഇമു മല്ലൗ യശാ അല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന രക്ഷിതാവ് കൊടുത്തതിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമാണ്. ആ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ ആളുകളുടെ മേലെ സ്വതക്ക ചെയ്യണം എന്നത് കുറഞ്ഞു വരുന്ന കാലമാണ്. സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചില്ലേ, ഉമ്മ മരിച്ചുപോയി നബിയെ, ഞാൻ എന്തു ചെയ്യണം? കിണറു കുഴിച്ചു കൊടുക്കൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കിണർ, അതിലെ വെള്ളം ആളുകൾ എടുക്കുന്ന കാലത്ര ഇത് സഅദിന്റെ ഉമ്മയ്ക്കുള്ള കിണറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവരുടെ ഉമ്മയ്ക്കുള്ളതാണ്. അതിന്റെ പ്രതിഫലം അവരുടെ ഉമ്മയ്ക്കുള്ളതാണ്. മരണപ്പെട്ടവരുടെ മേൽ സ്വതക്ക ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം അവർക്ക് നൽകണമെന്ന് ദ്വാരക്കുക. അതാണ് പണ്ട് മുതലേ നമ്മുടെ നാടുകളിലുള്ള ഈ 3, 7 അതുപോലെയുള്ള ദിവസങ്ങളിൽ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കുന്നത് എതിരാണെന്ന് പറയുന്ന ആളുകൾ വരെ ഇപ്പം അരി കൊടുക്കുന്നുണ്ട്. പണ്ട് കാലത്ത് മരിച്ചാൽ പിന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്ന ആളുകൾ ഇപ്പം അരി സംഭാവനയായി കൊടുക്കുന്ന കാലമാണ്. അത് ചോറാക്കി വെച്ചു കൊടുത്താൽ കൂലി കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ വിഡ്ഢിത്താണ്. അരിയായിട്ട് കൊടുത്താൽ കൂലി കിട്ടും, ചോറാക്കി കൊടുത്താൽ കൂലി കിട്ടൂല എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം മരിച്ചുപോയ വാപ്പയുടെ മേൽ സ്വതക്ക ചെയ്യുക, ഉമ്മയുടെ മേൽ സ്വതക്ക ചെയ്യുക, ഇതൊക്കെ സ്വഹാബത്തിന്റെ ശൈലിയായിരുന്നു. ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയം എൻ്റെ ജനാസ അടക്കാൻ സ്വഹാബത്തിൽ നിന്ന് ഒരുപറ്റം ആളുകൾ വരും. അവർ ഖബറടക്കി കഴിഞ്ഞ് ഒട്ടകത്തെ അറുത്ത് സൽക്കരിച്ചിട്ടേ അവരെ വിടാവൂ എന്ന് പറഞ്ഞു. ഒട്ടകത്തെ അറുത്ത് സൽക്കരിച്ചിട്ടേ അവരെ വിടാവൂ. അപ്പോൾ അതിൻ്റെ കൂലി കൂടി ആ മഹാന്മാരായ സ്വഹാബത്തിന് കൊടുത്ത ഭക്ഷണത്തിന്റെ കൂലി കൂടി കിട്ടാനാണ്. അത് സ്വഹാബത്തിന്റെ മാതൃകയാണ്. അപ്പം മുൻഗാമികളുടെ ശൈലിയാണതൊക്കെ. അപ്പം മരിച്ചുപോയ ആളുകളുടെ മേൽ സ്വതക്ക ചെയ്യുക, വർഷാവർഷം അവരുടെ മേൽ സ്വതക്ക ചെയ്യുക, ഹദിയ ചെയ്യുക, അവരുടെ മേൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് കൂടിയുള്ള പാഠമാണ്. നമ്മൾ മരിച്ചാൽ അവർ ഇതുപോലെ ഇതൊക്കെ ചെയ്യണം. അപ്പം മരണപ്പെട്ടവരുടെ മേലുള്ള സ്വതക്ക അവസാനിപ്പിക്കുന്നു. പിന്നെ ഒരു വലിയ ചിന്തയുള്ളത് സ്വതക്കയും സക്കാത്തും രണ്ടും രണ്ടാണ്. സക്കാത്ത് നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. സ്വതക്ക ഓപ്ഷണലാണ്, നിർബന്ധമല്ല. സ്വതക്ക കൊടുക്കുക, നമ്മുടെ കയ്യിലുള്ളതുപോലെ കൊടുക്കുക, അതിന് കിട്ടുന്ന കൂലിയാണ്. സക്കാത്ത് നിർബന്ധമാണ്. സക്കാത്ത് എന്തായാലും കൊടുക്കണം. നിസ്കാരത്തെ പോലെ തന്നെ പ്രാധാന്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സക്കാത്തിനെ കുറിച്ച്. സക്കാത്ത് കൊടുത്തേ പറ്റൂ. അപ്പൊ ആ കൂട്ടത്തിൽ ഇപ്പൊ ഇത് രണ്ടും കൂടി ഇങ്ങനെ മിങ്കിളായിട്ട് മിക്സ് ചെയ്തിട്ട് സദക്ക ഏതാ സക്കാത്ത് ഏതാന്ന് അറിയാത്തൊരു കാലമാണ്. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ ഒരു ഹോസ്പിറ്റൽ ഒരു സിനിമാ നടിയെ വെച്ച് പരസ്യം ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? നിങ്ങളുടെ സക്കാത്തെല്ലാം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തരണം. ഒരു അമല് ചെയ്യാൻ സിനിമാ നടിയെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിക്കേണ്ടി വന്നാൽ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു മുസ്ലിം പേരുള്ള ഹോസ്പിറ്റലാണ്. ഒരു സിനിമാ നടിയെ വെച്ചിട്ട് റമദാനിൽ പരസ്യം ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. സദക്കയും നിങ്ങളുടെ സക്കാത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹോസ്പിറ്റലിൽ തരണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വലിയ അപകടത്തിലേക്കാണ് ഈ സമൂഹം പോകുന്നത്. സക്കാത്തിന് അതിൻ്റെതായ മാന്യതയും മാനദണ്ഡങ്ങളും ഇതൊക്കെ ഇല്ലേ, നിയമങ്ങളില്ലേ? അത് കൊടുക്കേണ്ടത് ആർക്കാണെന്നും വാങ്ങേണ്ടത് എങ്ങനെയാണെന്നും കൃത്യമായ നിയമ നിലപാടുകളില്ലേ? ഇവിടെ ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ സ്വതക്കകൾ സ്വീകരിക്കാം, ആരിൽ നിന്ന് സ്വതക്കകൾ വാങ്ങാം. പക്ഷേ മുഅ്മിനായ മനുഷ്യന്റെ അമല് നഷ്ടപ്പെടുത്തിക്കളയുന്ന ഇത്തരം സക്കാത്ത് പോലെയുള്ള നിർബന്ധമായ കർമ്മങ്ങളിൽ ദയവ് ചെയ്ത് കൈവെക്കരുത്. മുഅ്മിനീങ്ങളെ പലരുടെയും സക്കാത്ത് നശിപ്പിക്കുന്നത്, ഞങ്ങൾ ഇത്ര ചാരിറ്റി ചെയ്യുന്നുണ്ട്, നിങ്ങളെ സക്കാത്ത് ഇങ്ങോട്ട് തരൂ, ആ വർത്താനം വേണ്ട. സ്വതക്ക നിങ്ങൾക്ക് വാങ്ങാം, അതാരാണെങ്കിലും എവിടുന്നാണെങ്കിലും. കാരണം സക്കാത്തിന്റെ പേരിലൊരു വലിയ തട്ടിപ്പ്, കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ തട്ടിപ്പുകളൊന്ന് എന്ന് വേണമെങ്കിൽ പറയാം, അത് സക്കാത്തിന്റെ പേരിലാണ് നടക്കുന്നത്. ഒരു സമൂഹത്തിന്റെ സക്കാത്തൊക്കെ വാങ്ങുക, എന്നിട്ടത് അനാവശ്യമായ രീതിയിലൂടെ ചെലവഴിച്ച് കളയുക. അത് അങ്ങനെ വാങ്ങാൻ തന്നെ പാടില്ല. അത് ചെലവഴിക്കുന്ന രൂപം അതിനേക്കാൾ അപകടകരമായ തരത്തിൽ. കഴിഞ്ഞ കൊല്ലം കൊടുത്തതിന്റെ ബാക്കിയൊക്കെ കിടപ്പുണ്ട്. ഞാനൊരു ജുമാ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. ഇന്നലെയാണ് ഇത് കണ്ടത്. സിനിമാ നടിയെ വെച്ച്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പള്ളിയിലെ കണ്ടന്തറ പള്ളിയിൽ സിനിമാ നടനെ വെച്ച് പരസ്യം ചെയ്യണം, നിങ്ങളെല്ലാം ഇത്തിക്കാഫിന് വരൂ എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു അമലിന് പ്രൊമോട്ട് ചെയ്യാൻ ഇത്ര വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ പല ആളുകൾക്കും മതനിയമങ്ങൾ കൃത്യമായി അറിയാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ വേറൊരു പ്രശ്നം, ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പുതിയ ഒരാൾ പറയുന്നുണ്ട്, ജുമായുടെ ദിവസം പെരുന്നാൾ വന്നാൽ നിങ്ങളെല്ലാം ജുമായുടെ ദിവസം പെരുന്നാൾ വന്നാൽ ജുമാ നിർബന്ധമല്ല, നിങ്ങളൊക്കെ പെരുന്നാൾ നിസ്കരിച്ചാൽ മതി. ഒന്നാലോചിച്ച് നോക്കൂ, ആദ്യമായിട്ടാണോ വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വരാൻ പോകുന്നത്? ഇസ്ലാമിക ചരിത്രത്തിൽ എത്ര തവണ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുൻഗാമികൾ എന്ത് സ്വീകരിച്ചു നിലപാട്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇങ്ങോട്ട് എത്ര കാലം ഷാഫിഈ ഇമാമും നവവി ഇമാമും മാലിക്കി ഇമാമും ഒക്കെ ജീവിച്ചിരുന്നില്ലേ? വലിയ അറിയപ്പെട്ട ആലിമീങ്ങളോട് ഉണ്ടായിരുന്നില്ലേ? അവരൊക്കെ എന്ത് നിലപാട് സ്വീകരിച്ചു? അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പുതുതായി ഗവേഷണം ചെയ്യാം. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ
ആക്കേതാ പൂക്കേതാന്നറിയാത്ത കുറേ മൗലവിമാരും ആടേതാ പൂടേതാന്നറിയാത്ത കുറേ അനുയായികളും ഇപ്പൊ പറയാണ് ജുമുഅ തന്നെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദജ്ജാലിന് വഴിയൊരുക്കലല്ലേ? ഉമ്മത്തിന്റെ ജുമുഅ നഷ്ടപ്പെടുത്തിയിട്ട് അതിലൂടെ ദജ്ജാലിന്റെ വരവിന് വഴിയൊരുക്കലല്ലേ ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കും പല വാദങ്ങളും വളരെ നിസ്സാരമാണ്, പക്ഷേ പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനങ്ങളെ മാന്താണ്. ഉള്ള നോമ്പ് നിസ്കാരം ഒക്കെ മാന്തിയതിന്റെ കൂട്ടത്തിൽ ഇനിയിപ്പം മോമിനിങ്ങളുടെ ഉള്ള ജുമുഅ കൂടി മാന്തിക്കളയുന്ന ഒരവസ്ഥയിലേക്കാണ്. ഇങ്ങനെ എത്ര അപകടകരമായ സാഹചര്യം. ഇതൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ മുൻഗാമികൾ ജീവിച്ച ആ ഒരു മാർഗം, നമ്മുടെ വാപ്പ വല്യുപ്പമാരൊക്കെ ജീവിച്ചൊരു മാർഗമുണ്ട്. അവരിൽ പലരും കെലിമ ചൊല്ലി മരിക്കുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ അതേ ആഗ്രഹിക്കുന്നുള്ളൂ, വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം മുൻഗാമികളുടെ വഴി വിട്ടാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. മുൻഗാമികൾ ഇതിനെ എങ്ങനെ സ്വീകരിച്ചു? ഒരായത്ത്, ഒരു ഹദീസ്, ഇതിനെ മുൻഗാമികൾ എങ്ങനെ നോക്കിക്കണ്ടു? എന്താണ് അവരവിടെ പറഞ്ഞ നിയമം? അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറായാൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മനോഹരമായ വഴി തുറന്നു കിടക്കും. അത് പറ്റൂല, ഇനി എൻ്റെ ഗവേഷണം, ഇനി എൻ്റെ അഭിപ്രായം, അങ്ങനെ വരുമ്പോഴാണ് ഈ മതനവീകരണ പ്രസ്ഥാനങ്ങൾ മുഴുവനും ജനങ്ങളുടെ ഈമാനും ദീനും ഇസ്ലാമും നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞത്. മുഅ്മിനീങ്ങളെ, ഈമാനോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആ മുൻഗാമികളുടെ വഴി അതിനെ പിന്തുടർന്ന് ജീവിക്കൂ. അതാണ് ഏറ്റവും ശരിയായ വഴി, ഏറ്റവും നല്ല വഴി. അള്ളാഹു നമുക്കത് പിന്തുടർന്ന് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കത് പിന്തുടർന്ന് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കത് പിന്തുടർന്ന് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ ഖിദ്മത്തിൻ്റെ കീഴിൽ നമ്മുടെ മഹല്ലിലെ യതീമുകളായ മുഴുവൻ കുട്ടികൾക്കും റമളാൻ ഡ്രസ് എടുക്കാനുള്ള ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ വിതരണം ചെയ്തു. യതീമുകൾക്ക് മാത്രമല്ല, നിർധനരായ പലരെയും ആ കൂട്ടത്തിൽ പരിഗണിച്ച് ഏകദേശം 55ഓളം ആളുകൾക്ക്, 53 പേരല്ലേ, 55 ആളുകൾ, 53 കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് വൗച്ചർ. എത്ര വലിയ സന്തോഷമുള്ള പ്രവർത്തനമാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അതിന് നേതൃത്വം നൽകി. എല്ലാ വീടുകളിലേക്കും വൗച്ചർ എത്തിച്ചു കഴിഞ്ഞു. ഓപ്ഷൻസ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട അറിയപ്പെട്ട ടെക്സ്റ്റൈൽസ് ആണല്ലോ, അതിൻ്റെ കൂടി സഹായത്തോടെ സഹകരണത്തോടു കൂടി അൽഹംദുലില്ലാ വലിയൊരു മാതൃകാ പ്രവർത്തനമാണ്. എല്ലാ മഹല്ലുകൾക്കും ഒക്കെ മാതൃകയാക്കാൻ പറ്റുന്ന, നമ്മുടെ നാട്ടിലെ എല്ലാ യതീമുകൾക്കും റമളാൻ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് ഡ്രസ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു സന്തോഷമാണല്ലോ. വാപ്പയില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ഡ്രസ്സ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുക, അവർക്ക് നല്ലൊരു വസ്ത്രം ധരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അൽഹംദുലില്ലാ അവർ രംഗത്തിറങ്ങിയപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നത് പോലെ ഇത്തവണയും വളരെ വിപുലമായി തന്നെ അത്തരം പ്രവർത്തനങ്ങൾ നടന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിലുള്ള സാധുക്കളെ കുറിച്ച് ആലോചിക്കാനും അന്വേഷിക്കാനും ഒക്കെയുള്ള ഈമാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മജ്ലിസിനെ നീ കബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ ഖുർആൻ റബ്ബെ, ഞങ്ങളുടെ കൽബുകൾക്ക് നീ അതുകൊണ്ട് പ്രകാശം നൽകണം റഹ്മാനെ. നരകമോചിതരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, നരകമോചനത്തിന്റെ പകലാണ് ഈ സദസ്സിലെ എല്ലാവരെയും. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ നരകമോചിതരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാഹ്, ഖൈറിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. റമളാൻ അനുകൂലമായി സാക്ഷിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരുണ്ട്, മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ പലതരത്തിൽ പല ആവശ്യങ്ങളിലാണ്, നീ ഖൈറു ചെയ്യണേ അല്ലാഹ്. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരുണ്ട്, നീ സലാമത്താക്കണേ അല്ലാഹ്. കച്ചവടങ്ങളെല്ലാം വലിയ പ്രതിസന്ധികളിലാണ് റബ്ബെ, അതിൽ നീ തുറവി നൽകണേ അല്ലാഹ്. പ്രതിസന്ധികളെ തൊട്ട് നീ എല്ലാവിധ തരത്തിലുമുള്ള കാവൽ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. റബ്ബെ, നീ തന്ന സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് എല്ലാവിധ അപകടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങളെ തൊട്ടും നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. വലിയ സംഖ്യകൾ ചെലവഴിച്ച് ചികിത്സിക്കേണ്ട ഒരു രോഗത്തിലേക്കും ഞങ്ങളെ ആരെയും നീ തള്ളിയിടല്ല അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈറു ബറക്കാത്തുകൾ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ ദിവസവും ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരുണ്ട്, നീ ഖൈറു നൽകണേ അല്ലാഹ്. ഇന്റർനെറ്റിലൂടെ ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, പലരും ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്, നീ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലത്തുകളിലെ ഉമ്മമാര്, സഹോദരിമാർ, അവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലാഹ്. ഖുർആൻ ക്ലാസ്സുകൾക്ക് കൃത്യമായി വരുന്നവരുണ്ട്, എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്.
കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ 15ഓളം ഖത്മുൽ ഖുർആനുകളും ലക്ഷക്കണക്കിന് തഹ്ലീലുകളും ഒക്കെ ചൊല്ലി ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. നീ എല്ലാവരെയും കബൂലാക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. റബ്ബേ, ഞങ്ങളെല്ലാം നീ മരിക്കുന്ന സമയം ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ, ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ശരിയായ ദീനിൽ അടിയുറച്ചു നിന്ന് അവസാനം കലിമ ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.